പവാർജിയെ കാണാനാണ് പോയത്. ചർച്ചയ്ക്കകത്ത് ഞാനില്ല. ഞാൻ എൻ്റെ ആവശ്യങ്ങളും കാര്യങ്ങളും അദ്ദേഹത്തെ ധരിപ്പിച്ചു. അദ്ദേഹത്തോട് കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ തിരിച്ചു പോകുന്നു. മറ്റേ ഡിസ്കഷൻ നാളെയാണെന്ന് തോന്നുന്നു. എനിക്കറിയത്തില്ല. പവാർജി അതിൻ്റെ തീരുമാനം എടുക്കുന്നത്. അറിയത്തില്ല. എൻ്റെ കാര്യങ്ങൾ ഞാൻ പവാർജിയായിട്ട് സംസാരിച്ചു. എൻ്റെ വിഷയങ്ങൾ അത് അദ്ദേഹത്തിൻ്റെ പ്രകാശ് കാരാട്ട് വന്നു, അതേപോലെ ചാക്കോ വന്നു. സ്വാഭാവികമായിട്ട് വളരെ നല്ല സീരിയസ് ആയിട്ടുള്ളൊരു ചർച്ചയായിരുന്നു. അത് ഞാനുമായിട്ട് ഒരു ബന്ധവുമില്ല. ഞാൻ പോയത് പവാർജിയെ കാണാനാണ്. അദ്ദേഹത്തെ കണ്ടു, എൻ്റെ കാര്യങ്ങൾ അദ്ദേഹത്തെ ധരിപ്പിച്ചു, കാര്യങ്ങൾ പറഞ്ഞു, ഞാൻ തിരിച്ചു പോന്നു. മറ്റുള്ള ചർച്ചകൾ അദ്ദേഹം ഇന്നലെ PC ചാക്കോ സാറ് വളരെ ക്ലിയറായിട്ട് മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ നിങ്ങളോട് പറഞ്ഞിരുന്നു 17-ാം തീയതി ഇതിനൊരു തീരുമാനം ഉണ്ടാകും, ആ വിഷയം അവർ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അത് പവാർജിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. കേരളത്തിൽ മന്ത്രിമാറ്റം അനിവാര്യമാണോ? ഇത് നേരത്തെ ഉണ്ടാക്കിയ ഒരു ധാരണ അങ്ങനെയാണോ? ഇല്ല, ഈ അനിവാര്യം അതൊന്നുമല്ലല്ലോ. ഞങ്ങളുടെ NCP എന്ന് പറയുന്നത് ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു തീരുമാനം. അന്ന് പ്രഫുൽ പട്ടേലായിരുന്നു പവാർജിക്ക് പൗരവട്ടം അവിടെ വന്ന് വിഷയം പറഞ്ഞത്. ഞാൻ വളരെ ക്ലിയറായിട്ട് വിഷയം മാധ്യമങ്ങളോട് പറഞ്ഞതാണ്. ആ വിഷയമാണ്. അതാണ് ഞാനും പവാർജിയോട് സംസാരിച്ച ആ വിഷയം തന്നെയാണ്. അങ്ങനെ തീരുമാനം ഉണ്ടായിരുന്നത് നടപ്പിലാക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആ ഒരു കാര്യവും ഞാൻ ഡിസ്കസ് ചെയ്തു. അറിയില്ല, അത് പവാർജിയോട് നിങ്ങൾക്ക് ചോദിക്കാമല്ലോ. ഞാനില്ലാത്ത ചർച്ചയിൽ എങ്ങനെ ഞാൻ തീരുമാനമായിട്ടുണ്ടോ ഇല്ലെന്ന് പറഞ്ഞാൽ, ഞാൻ കാണാൻ പോയത് നിങ്ങളോട് ഞാൻ പോകാൻ നേരവും പറഞ്ഞു പവാർജിയാണ്. അദ്ദേഹത്തെ കാണാനാണ് ഞാൻ വന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഭയങ്കര ബിസിയായിരുന്നു. എനിക്ക് അദ്ദേഹത്തോട് ഇന്ന് എനിക്ക് 3/4 മണിക്കൂറോളം അദ്ദേഹത്തോട് ഡിസ്കസ് ചെയ്യാൻ സമയം കിട്ടി. കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. എൻ്റെ വിഷയങ്ങൾ എല്ലാം കഴിഞ്ഞു. അങ്ങ് ശരത് പവാർജിയുടെ വീട്ടിലുള്ളപ്പോഴാണ് പ്രകാശ് കാരാട്ട് അവിടെ എത്തിയത്. അങ്ങ് മടങ്ങും മുമ്പ് അദ്ദേഹം മടങ്ങുകയും ചെയ്തു. അപ്പോൾ അങ്ങയുടെ സാന്നിധ്യത്തിൽ നിങ്ങൾ കണ്ടു. പക്ഷേ ഞാൻ കാണാത്ത കാര്യത്തിന് മറുപടി പറയാനൊക്കത്തില്ല. അതാണ് എൻ്റെ വിഷയം. ശരിയല്ലേ? ഞാൻ കണ്ടിരുന്നു, ഞാൻ അതിനകത്ത് ഇടപെട്ടിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞു എനിക്കതിനകത്ത് ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഞാൻ കാണാൻ പോയത് പവാർജിയാണ്. ഞാൻ അദ്ദേഹത്തെ കണ്ടു, സകല കാര്യങ്ങളും ഡിസ്കസ് ചെയ്തു. ഞാൻ അദ്ദേഹത്തിന് ലെറ്ററും കൊടുത്തു എൻ്റേതായിട്ടുള്ള. ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അങ്ങനെ അത്രയും വലിയൊരു നേതാവുമായിട്ട് സംസാരിക്കത്തക്കുള്ള ഒരു യോഗ്യതയൊന്നും എനിക്കില്ല. അത് പവാർജിയുടെ ഇതിൽപ്പെട്ട കാര്യമാണ്. അദ്ദേഹം ഡിസ്കസ് ചെയ്യട്ടെ ആ വിഷയങ്ങൾ. ശരത് പവാറുമായി കൂടിക്കാഴ്ച നടത്തി, മറ്റു കാര്യങ്ങളെപ്പറ്റി അറിയില്ല, തനിക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു എന്നാണ് അദ്ദേഹം ആവർത്തിക്കുന്നത്. അച്യുതൻ, ഇതാണ് അദ്ദേഹത്തിന് പറയാനുള്ളത്. അതിനപ്പുറത്തേക്ക് കൂടുതലൊന്നുമില്ല. ഏത് ചോദ്യത്തിനും ഞാൻ കണ്ടു, എനിക്ക് പറയാനുള്ളത് പറഞ്ഞു. അതിനപ്പുറം ഒരു മറുപടിയും അദ്ദേഹം പറയുന്നില്ല. അപ്പോൾ ഇതിപ്പോൾ നാളെയാണോ ഇനിയിപ്പോൾ തീരുമാനമെടുക്കാൻ പോകുന്ന PC ചാക്കോ ഡൽഹിയിൽ ഉണ്ടല്ലോ? തീർച്ചയായിട്ടും വിജയകുമാർ പറയേണ്ടതെല്ലാം പറഞ്ഞു എന്ന തോമസ് കെ തോമസിന്റെ ആ ഒരു പ്രതികരണം അത് തന്നെയാണ്. അതൃപ്തി അത് വ്യക്തമാക്കിയിട്ടുണ്ട് ദേശീയ നേതൃത്വത്തിന് മുൻപിൽ. അതായത് ഈ മന്ത്രിസ്ഥാനം സംബന്ധിച്ചുള്ള ധാരണകൾ പാലിക്കാതിരിക്കുന്ന, ശശീന്ദ്രൻ പാലിക്കാതിരിക്കുന്നതിലെ കൃത്യമായ അതൃപ്തി അത് ദേശീയ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ഒപ്പം PC ചാക്കോയും ഡൽഹിയിൽ തുടരുന്ന സാഹചര്യത്തിൽ നാളെ ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തും. അതിപ്പോൾ ഈ NCPയുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനത്തിന് അനുകൂലമായാണ് ദേശീയ നേതൃത്വം നിൽക്കുന്നതെങ്കിൽ അവിടെ ഈ പറഞ്ഞതുപോലെ ഒരു മന്ത്രിസ്ഥാനം അത് ഒരു മാറ്റം ഉണ്ടാകും. അല്ലാന്നുണ്ടെങ്കിൽ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ CPMന്റെ സംസ്ഥാന ഘടകം അത് ശശീന്ദ്രൻ അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ആ ഒരു പശ്ചാത്തലത്തിൽ, ആ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ കൂടിയാണ് പ്രകാശ് കാരാട്ട് ഇന്ന് ഈ കൂടിക്കാഴ്ചയുടെ ഭാഗമായിരിക്കുന്നത്. പക്ഷെ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ നിന്ന് അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ്. പ്രകാശ് കാരാട്ട് എന്തായാലും ഈ സംസ്ഥാന CPMന്റെ സംസ്ഥാന ഘടകത്തിന്റെ ആ തീരുമാനം എന്താണോ അത് വ്യക്തമാക്കും. അതൊരു പക്ഷേ ശരി അച്യുതൻ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രകാശ് കാരാട്ട് ശരത് പവാറിനെ കണ്ടിട്ടുണ്ട്. കേരളത്തിലെ CPMന്റെ നിലപാട്, പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിന്റെ നിലപാട് ഇക്കാര്യത്തിൽ എന്താണ് എന്നത് ശരത് പവാറിനെ ഒരുപക്ഷെ പ്രകാശ് കാരാട്ട് അറിയിച്ചിട്ടുണ്ടാകാം എന്നാണ് ഞങ്ങളുടെ ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്.